ഹലോ, അസ്സാം വലൈക്കും. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വൈകിട്ടത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ അടുക്കളയിലേക്ക് ഇറങ്ങിയത്. രാത്രി എന്താ ഫുഡ് എന്ന് ആലോചിച്ചപ്പോഴാണ് കുറേ ദിവസമായി മക്രോണി വാങ്ങി വെച്ചിട്ട്. അപ്പോൾ ചിക്കനും ഉണ്ടായപ്പോൾ ഒന്ന് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്കുള്ള എന്താ പറയുക അരിഞ്ഞു വെക്കുന്ന പരിപാടിയായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചിക്കനൊക്കെ ഉപ്പും മഞ്ഞളും ചേർത്ത് നന്നായിട്ട് വേവിച്ച് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പാസ്ത കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്, മക്രോണിയെ മാറ്റി വെക്കുക ചെയ്തത്. ക്രീമി പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചെന്ന്. ക്രീമി പാസ്ത ഉണ്ടാക്കുമ്പോൾ അധികം എരിവ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ എല്ലാവർക്കും എരിവൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഒരു സ്പൈസി ക്രീമി പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നന്നായിട്ട് ഇഷ്ടമാവും. അതിൻ്റെ ഇടയിൽ കൂടെ പാത്രം കഴുകലൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ. അപ്പം എടുക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകിയാൽ പിന്നെ വലിയ ഭാരം ഉണ്ടാവില്ല. അപ്പോൾ അതാ ഞാൻ മക്രോണി സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ടാട്ടോ നമ്മൾ പാസ്ത വേവിക്കുന്നത്. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അതിനുശേഷം നമ്മളൊരു പാത്രം എടുത്തിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഈ ഉള്ളി വഴറ്റി കൊടുക്കട്ടോ ചെയ്യുന്നത്. ഉപ്പും കൂടെ ചേർത്തിട്ടാട്ടോ വഴറ്റുന്നത്. നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ ചെയ്യുന്നത്. കുരുമുളകും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇപ്പോൾ ചേർത്തിട്ടില്ല. അതൊന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പാനിൽ ബട്ടർ ചൂടാക്കാൻ വെക്കാം. അത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് കൂടുതൽ ബട്ടർ എടുത്തതുകൊണ്ട് തന്നെ 2.5 സ്പൂണ് മൈദ ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ മൈദ ചേർക്കുമ്പോൾ എന്താ പറയുക പെട്ടെന്നൊന്ന് കട്ട പിടിക്കുക. അപ്പോൾ അത് കണ്ട് ആരും പേടിക്കേണ്ട. നമ്മൾ ഇതിലേക്ക് പാൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത് ചൂടാവുമ്പോൾ ആ മൈദൊക്കെ കട്ട പിടിച്ചൊക്കെ റെഡി ആയിട്ട് ക്രീമി ടെക്സ്ചറായിട്ട് വരും. ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലാട്ടോ ചേർത്തത്. ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കുക. എന്നിട്ട് അത് ഓവറായിട്ട് കുറുകി വരികയാണെങ്കിൽ ബാക്കിയും കൂടെ ചേർക്കുക കേട്ടോ. അപ്പം ഞാൻ ബാക്കി പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇവിടെ ക്രീമൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് ആ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നതിലേക്ക് വലിയൊരു തക്കാളി അരച്ചതാട്ടോ. 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. അതൊക്കെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ വേവിച്ച വെള്ളമില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. അതൊന്ന് സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചിക്കൻ ക്രഷ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയില, കറിവേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. കുറച്ച് ബിരിയാണി മസാലയും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്രീമി പാസ്ത ആയതുകൊണ്ടാണ് ടൊമാറ്റോ സോസ് ചേർക്കുന്നത്. അതിൻ്റെ കുറച്ചുകൂടെ ടേസ്റ്റാണ്. അതിനുശേഷം നമ്മൾ ഈ പാസ്ത ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇതൊന്നും ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ബട്ടറും പാലും ചിക്കനും എല്ലാം ചേർന്ന് റിച്ച് ഫുഡാട്ടോ അത്. നല്ല ടേസ്റ്റുമാണ്, സ്പൈസിയുമാണ്, ക്രീമിയുമാണ്. അപ്പോൾ കുട്ടികൾക്കും ഇഷ്ടമാവും, വലിയ ആൾക്കാർക്കും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ക്രീം അതിലേക്ക് ചേർത്തിട്ട് കണ്ടോ, അധികം ടൈറ്റ് അല്ലാത്തൊരു ക്രീമാണ്. അപ്പോൾ അത് ചേർത്തൊന്ന് മിക്സ് ചെയ്തൊന്ന് ചൂടാവുമ്പോഴത്തേക്ക് എന്താ പറയുക നന്നായിട്ട് കുറുകി നല്ല സെറ്റ് സാധനമായി വരും കേട്ടോ. സൂപ്പർ സാധനമായിരുന്നു. ഇതിലേക്ക് ചീസും കൂടെ ഉണ്ടെങ്കിൽ പൊളിക്കും കേട്ടോ. പക്ഷേ ചീസ് ഇല്ലായിരുന്നു കയ്യിൽ. അങ്ങനെ മക്കളെ നമ്മളെ എന്താ പറയുക അടിപൊളി ക്രീമി സ്പൈസി പാസ്ത റെഡി ആയിരിക്കുകയാണ്. അപ്പം എല്ലാവരും പ്ലേറ്റ് ആയിട്ട് വന്നോളി. വെറുതെ പറയല്ല, ഇത് ചെയ്ത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്.
അപ്പോൾ ഒന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. കുറേ പണികളുണ്ട് കേട്ടോ, പാത്രം കഴുകലും കുറേ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു വന്നതിന് ശേഷം. അതൊന്നും എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ ഈ പാസ്ത കഴിച്ചിട്ട് എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.